ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്നാം ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക്. 4-ാം ദിവസമായി ഇന്ന് മത്സരത്തിന്റെ ഒരു മൂവിംഗ് ഡേ ആയിരിക്കുമെന്ന കാര്യം നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. എന്നാൽ ആ പ്രതീക്ഷകളെയൊക്കെ തന്നെ ഒരു മറികടക്കുന്ന ഒരു ദിവസമായിരുന്നു ഇന്നത്തേത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 14 വിക്കറ്റുകളാണ് ഇന്നത്തെ ദിവസം വീണത്. ലോർഡ്സിന്റെ റീസെന്റ് ഹിസ്റ്ററി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ തുടക്കം ഒരു ബോളിംഗ് ഫ്രണ്ട്ലി സർഫസ് ആയിട്ട് തുടങ്ങിയിട്ട് പിന്നീട് പിച്ച് ഒരു സ്ലോ ഡക്ക് ആയിട്ട് കുറച്ചുകൂടി ബാറ്റിങ്ങിനെ എയ്ഡ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ കണ്ടുവന്നിരുന്നത്. എന്നാൽ ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിച്ചതെല്ലാം നേർ വിപരീതമാണ് സംഭവിച്ചത്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ 2006 ശേഷം ലോർഡ്സിൽ ഇത്രയും ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഇൻവേരിയബിൾ ആയിട്ടുള്ള ബൗൺസ് വരുന്നത് ആദ്യമാണ്. ആ ഒരു ഇൻവേരിയബിൾ ബൗൺസ് എന്ന് പറയുന്നത് ബാറ്റേഴ്സിനെ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിപ്പിച്ച് കളഞ്ഞു. അതിന്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ് നമ്മൾ ആ ഒരു വിക്കറ്റ് കോളത്തിലും കണ്ടത്. പിന്നീട് ഈ മത്സരത്തിൽ നമ്മുടെ ഇന്ത്യ ഇംഗ്ലണ്ട് ടീം നടത്തുന്ന ആ ഒരു ഫൈറ്റ് നമ്മൾ കാണുമ്പോൾ ഒരു ബോക്സിംഗ് മത്സരത്തിന്റെ പ്രതീതിയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഇന്നിങ്സിൽ ഇംഗ്ലണ്ട് ഒരു വ്യക്തമായ ആധിപത്യം നേടുമെന്ന് തോന്നിച്ച സമയത്താണ് ആ ഒരു 2-ാം ദിവസം മോർണിംഗ് സെഷനിൽ ബുംറ തുടർച്ചയായിട്ട് വിക്കറ്റുകൾ വീഴ്ത്തി ആ ഒരു അഡ്വാൻറ്റേജ് ന്യൂട്രലൈസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇന്ത്യക്ക് ആ ഒരു ഡോമിനൻസ് കിട്ടുമെന്ന അവസ്ഥ വന്നപ്പോഴാണ് ജെയ്മി സ്മിത്ത് ആ ഒരു ക്വിക്ക് ഫയർ 50 വന്നിട്ട് വീണ്ടും കുറച്ചുകൂടി ഒന്ന് നമ്മുടെ ഇംഗ്ലണ്ടിനെ ലിഫ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ രാഹുലും പന്തുകൂടെ ബാറ്റ് ചെയ്തിരുന്ന സമയത്ത് ഇന്ത്യ ഒരു അത്യാവശ്യം ഒരു ലീഡ് നേടും, ഒരു ചെറിയ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 30-40 റൺസിന്റെങ്കിലും ലീഡ് നേടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അപ്പോഴാണ് ആ ഒരു ലഞ്ചിന് തൊട്ട് മുൻപ് പെട്ടെന്ന് അപ്രതീക്ഷിതമായ ഒരു വളരെ മികച്ച ത്രോയിലൂടെ ബെൻ സ്റ്റോക്സ് അവിടെ ഒരു വിക്കറ്റ് കോൺജർ ചെയ്യുന്നത്. അപ്പൊ അതിനുശേഷം പിന്നീട് തുടർച്ചയായിട്ടുള്ള വിക്കറ്റുകൾ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു. ഇന്ത്യ കറക്റ്റ് ഒരു 387 എന്നൊരു സ്കോറിൽ ഒതുങ്ങുകയും ചെയ്തു. പിന്നീട് ഇംഗ്ലണ്ട് സെക്കൻഡ് ഇന്നിംഗ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ബെൻ സ്റ്റോക്സും ജോ റൂട്ടും ചേർന്നിട്ട് അവരെ നല്ലൊരു സ്കോറിലേക്ക്, അതായത് അവരെ നല്ലൊരു ടോട്ടൽ പോസ്റ്റ് ചെയ്യാൻ സഹായിക്കുമെന്ന അവസ്ഥ വന്നപ്പോഴാണ് അവരുടെ വിക്കറ്റ് പോകുന്നതും വീണ്ടും ഇന്ത്യ മത്സരത്തിലേക്ക് തിരികെ വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ 192 എന്ന് പറയുന്ന ഒരു ലോ ടോട്ടൽ അവർ ഒതുങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചു ഇന്ത്യക്കാണ് മുൻതൂക്കം, ഇന്ത്യക്ക് ഈ ഒരു സ്കോർ, അതായത് 4 സെഷൻ ഉണ്ട്, ഇൻവേരിയബിൾ ബൗൺസ് ഉണ്ടെങ്കിൽ ആ ഒരു പിച്ച് ബോളിങ്ങിനെ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യക്ക് ചേസ് ചെയ്യാനാവുന്ന സ്കോർ ആണെന്നൊക്കെ തോന്നിയപ്പോൾ ഇന്ത്യയുടെ 4 വിക്കറ്റുകൾ വീഴ്ത്തി അവർ മത്സരത്തിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ വീണ്ടും ഒരു ഈവൻ കോൺടെസ്റ്റ് ആയി. അതായത് 5-ാമത്തെ ദിവസത്തിലേക്ക് മത്സരം പോകുമ്പോൾ ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടത് 135 റൺസാണ്. ഇംഗ്ലണ്ടിനാണെങ്കിൽ 6 വിക്കറ്റും. ഇപ്പോൾ നമ്മുടെ ആ ഒരു ലോവർ ഓർഡറിന്റെ ബാറ്റിംഗ് പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ അത്ര ആശാവഹമല്ല കാര്യങ്ങൾ. എന്നാൽ ഇപ്പോൾ നല്ല ടച്ചിൽ KL രാഹുൽ ക്രീസിലുണ്ട്, അതുപോലെ തന്നെ പന്ത് വരാനുണ്ട്. പക്ഷെ പന്തിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിംഗർ ഇഞ്ചുറി ഉണ്ട്. സ്റ്റിൽ പന്തിൻ്റെതായ രീതിയിൽ തന്നെയാണ് ബാറ്റ് ചെയ്യുന്നത്. കാരണം ആദ്യത്തെ ഇന്നിംഗ്സിലും ആ ഒരു ഇഞ്ചുറി വെച്ച് തന്നെയാണ് ബാറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ജഡേജ, നിതീഷ് കുമാർ റെഡ്ഡി, വാഷിംഗ്ടൺ സുന്ദർ എന്നിവർ വരാനുണ്ട്. അതിൽ തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ക്രൂഷ്യൽ വിക്കറ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് രാഹുൽ, പന്ത്, ജഡേജ എന്നിവരായിരിക്കും. ജഡേജ ഇപ്പോൾ തുടർച്ചയായിട്ട് 350 അടിച്ചിട്ടാണ് ഈ സീരീസിൽ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഇങ്ങനെ ഒരു ഫൈറ്റ് ബാക്ക് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു ടെസ്റ്റ് മത്സരം കാണാനായിട്ട് ഒരു കൂടുതൽ ഇൻട്രസ്റ്റ് വരുന്നത്. അതായത് ഒരു ടീം മുന്നിലേക്ക് വരുന്നു, അടുത്ത ടീം വരുന്നു, ആ ഒരു കൗണ്ടർ പഞ്ച് വരുമ്പോൾ നമുക്ക് ആ ഒരു ത്രില്ലിംഗ് ആയിട്ട് ഒരു 5 ഡേ ടെസ്റ്റ് മാച്ചിന്റെ ഒരു മൊത്തം സൗന്ദര്യവും നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇന്നത്തെ ദിവസത്തിലേക്ക് നമ്മൾ ഡീപ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ ഇന്നലെ ഒരു ഓവർ മാത്രമേ ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്തുള്ളൂ. 2 വിക്കറ്റ് നഷ്ടമില്ലാതെ 2 എന്ന നിലയിലാണ് അവർ ദിവസം ആരംഭിച്ചത്. ഇപ്പോൾ അവരുടെ തുടക്കം അത്ര നല്ലൊരു തുടക്കമായിരുന്നില്ല. 22 റൺസിൽ നിൽക്കുമ്പോൾ തന്നെ ഡക്കറ്റിന്റെ വിക്കറ്റ് അവർക്ക് നഷ്ടപ്പെട്ടു. അതിനുശേഷം വീണ്ടും വലിയ പാർട്ണർഷിപ്പ് ഒന്നും വന്നില്ല. അതായത് 42-2, 50-3 എന്ന നിലയിലേക്ക് അവർ വീണു. പിന്നീട് 87-4 അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പിന്നീട് ഒരു 50+ പാർട്ണർഷിപ്പ് അവിടെ ഉണ്ടായി. അപ്പോൾ റൂട്ടും സ്റ്റോക്സും കൂടെ ചേർന്നിട്ട് ഒരു 50+ പാർട്ണർഷിപ്പ് അവിടെ കൊണ്ടുവന്നു. അപ്പോൾ അവർ ആ ഒരു മത്സരം ഞാൻ ഇപ്പോൾ വീഡിയോയുടെ സൂചിപ്പിച്ചതുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നിലയിൽ വന്നപ്പോഴാണ് അവിടെ ജോ റൂട്ടിന്റെ വിക്കറ്റ് വീണത്. അതിനുശേഷം പിന്നീട് ഇപ്പോൾ ഈ ഒരു സീരീസിലാകെ ഇന്ത്യയെ വലച്ചിട്ടുള്ള ഒരു പ്ലെയറാണ് ജെയ്മി സ്മിത്ത്. എന്നാൽ ഈ ഒരു ഇന്നിംഗ്സിൽ ജെയ്മി സ്മിത്തിന് കാര്യമായിട്ടുള്ള ഒരു സ്കോർ നേടാൻ കഴിഞ്ഞില്ല. പിന്നീട് സ്റ്റോക്സിന്റെ വിക്കറ്റ് പോവുകയും ഈ ഒരു വാലറ്റത്തെ, അതായത് ഈ ഒരു സീരീസിൽ പലപ്പോഴായിട്ട് ഇന്ത്യയെ തിരിഞ്ഞു കൊത്തിയിട്ടുള്ള ഇംഗ്ലണ്ട് വാലറ്റത്തെ അധികം സ്കോർ ചെയ്യാൻ അനുവദിക്കാതെ മടക്കാൻ ഇന്ത്യക്ക് ആയി. അത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ വലിയൊരു കാര്യമാണ്. ഇവിടെ എടുത്തു പറയേണ്ട പെർഫോമൻസ് എന്ന് പറയുന്നത് വാഷിംഗ്ടൺ സുന്ദറിന്റെയാണ്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതായത് ആദ്യത്തെ 3 ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ടേൺ സ്പിന്നേഴ്സിന് കിട്ടിയത് 3-ാം ദിവസമാണ്. അതായത് ജോ റൂട്ടിന് അത്യാവശ്യം നല്ല ടേൺ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്പിന്നേഴ്സിന് ജഡേജയ്ക്ക് ഒരു റോൾ പ്ലേ ചെയ്യാൻ ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇവിടെ ജഡേജ അല്ല, വാഷിംഗ്ടൺ സുന്ദറാണ് ഇന്ത്യയുടെ ആ ഒരു സ്പിന്നിങ് ഡിപ്പാർട്ട്മെന്റിൽ മികച്ചു നിന്നത്. 4 വിക്കറ്റുകളാണ് വാഷിംഗ്ടൺ സുന്ദർ പിഴുതത്. അത് 4 ബൗൾഡ് ആണ് എന്നുള്ളതാണ് ഒരു സുപ്രധാനമായ കാര്യം. ഇത് മാത്രമല്ല, ടോട്ടൽ വീണ 10-ൽ 7 വിക്കറ്റുകളും ബൗൾഡ് തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും ഒരു 192 എന്ന സ്കോറിൽ ഇംഗ്ലണ്ട് ഒതുങ്ങി. പിന്നീട് നമുക്കറിയാവുന്നതുപോലെ എന്തായാലും ഫസ്റ്റ് ഇന്നിങ്സ് ന്യൂട്രലൈസ് ആയതുകൊണ്ട് തന്നെ
ഒരു ഒരു സെക്കൻഡ് ഇന്നിങ്സ് ഷൂട്ട് ഔട്ട് പോലെയാണ് മത്സരം. 193 എന്ന വിജയലക്ഷ്യമായി ഇറങ്ങി ഇന്ത്യക്ക് തുടക്കം തന്നെ തിരിച്ചടി നേരിട്ടു. ഇപ്പോൾ ജയ്സ്വാൾ തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ ഇന്നിങ്സിലും ആർച്ചറിന് മുന്നിൽ പുറത്താവുന്നതാണ് കണ്ടത്. അത് ആർച്ചറിന്റെ ഒരു ബ്രില്യൻ സെറ്റപ്പ് ആയിരുന്നു. അപ്പൊ അതിനുശേഷം കരുൺ നായർ വന്നു. ഇപ്പൊ കരുൺ നായരിന് ഇപ്പൊ നമുക്കറിയാം, ഇപ്പോൾ ഇത് കളിച്ച മത്സരങ്ങളിലെല്ലാം ഒരു 25, 30, 40 എന്നുള്ള റേഞ്ചിൽ ഒരു സ്റ്റാർട്ട് കിട്ടിയിട്ട് പുറത്താവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഇന്നിങ്സ് വന്നപ്പോഴേക്കും ആ ഒരു സ്റ്റാർട്ടും കിട്ടിയില്ല. ഒരു 14 റൺസിന് കരുൺ നായർ പുറത്തായി. പിന്നീട് വന്ന ശുഭ്മാൻ ഗില്ലിന് ട്രാപ്ഡ് ഇൻ ഫ്രണ്ട് ആയിരുന്നു, പ്ലംബ് ആയിരുന്നു. റിവ്യൂ എടുത്തിട്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ നമ്മുടെ ശുഭ്മാൻ ഗില്ല് ഫെയിൽ ആവുകയാണ് ചെയ്തത്. ഇപ്പോൾ ആദ്യത്തെ 2 മത്സരങ്ങളിൽ നിന്നായിട്ട് 584 റൺസ് എടുത്തെങ്കിലും ഈ മത്സരത്തിൽ കാര്യമായിട്ട് 2 ഇന്നിങ്സിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീട് നൈറ്റ് വാച്ച്മാനായിട്ട് ആകാശ് ദീപ് വന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അവസാനത്തെ 10 മിനിറ്റ് ആണ്, പ്രത്യേകിച്ച് പന്തിന് ഇഞ്ചുറിയും കൂടാണ്. അപ്പോൾ പന്തിന് എന്തായാലും ആ ഒരു 10 മിനിറ്റത്തേക്ക് റിസ്ക് ചെയ്യില്ല. ആകാശ് ദീപ് വന്നു. ഇപ്പോൾ അവസാന ഓവറിലെ ആദ്യ പന്തിൽ രാഹുൽ സിംഗിൾ എടുത്തു. അത് വളരെ നല്ലൊരു തീരുമാനം തന്നെയാണ്. കാരണം രാഹുലിന്റെ വിക്കറ്റാണ് അവിടെ പോകുന്നതെങ്കിൽ ഇന്ത്യയുടെ നില കൂടുതൽ പരിതാപകരമാവും. അപ്പുറത്തെ സൈഡിൽ ആകാശ് ദീപിന്റെ വിക്കറ്റ് പോയാൽ അന്ന് ക്ലോസ് ഓഫ് പ്ലേ ആണ്, പിന്നീട് സ്റ്റംപ്സ് ആണ്. അപ്പോൾ വിക്കറ്റ് പോയില്ലെങ്കിൽ നല്ലത്. ആ ഒരു രീതിയിൽ തന്നെയാണ് പിന്നീട് 5 ബോളും ആകാശ് ദീപിനോട് കളിക്കാൻ പറഞ്ഞത്. ഇവിടെ സ്റ്റോക്സ് വളരെ ബ്രില്യൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ ആകാശ് ദീപിനെ ബൗൾഡ് ആക്കി. അപ്പോൾ 58-4 എന്ന നിലയിൽ ഇന്നത്തെ ദിവസം അവസാനിപ്പിച്ചു. അപ്പോൾ നാളെ നമുക്കറിയാം, അതായത് ഇന്ത്യ ആണോ ഈ മത്സരത്തിൽ ലീഡ് എടുക്കുക അതോ ഇംഗ്ലണ്ട് ആണോ എന്നുള്ളത്. ഇപ്പോൾ ഇംഗ്ലണ്ടിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഋഷഭ് പന്തിന് പരിക്കാണ്. അത് മാത്രമല്ല ഇന്ത്യയുടെ വാലറ്റം എന്ന് പറയുന്നത് അത്ര മികച്ച രീതിയിൽ, ഇംഗ്ലണ്ടിനോളം അത്ര മികച്ച രീതിയിൽ ഈ സീരീസിൽ കളിച്ചിട്ടില്ല. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കളിച്ച വാലറ്റിൽ നിന്ന് തന്നെ ഇന്ന് ആ ഒരു പിച്ചിൽ മുട്ടി നിൽക്കാൻ പാടുപെട്ടു. അതായത് സുന്ദറിനെതിരേക്ക് അവസാനത്തെ എല്ലാം ബൗൾഡായിരുന്നു, എല്ലാവരുടെയും സ്റ്റമ്പ് തെറിക്കുന്നതാണ് നമ്മൾ ഈ ഒരു ദിവസം കണ്ടത്. അപ്പോൾ ആ ഒരു ഇന്നത്തെ ഒരു ബാറ്റിങ്ങിനുണ്ടായ ആ ഒരു ഡിഫിക്കൽറ്റി തീർച്ചയായിട്ടും ഇംഗ്ലണ്ടിന് കൂടുതൽ പ്രതീക്ഷകൾ നൽകും. എന്നാൽ ഇവിടെ ഇന്ത്യയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരറ്റത്ത് സോൾഡ് ആയിട്ട് KL രാഹുൽ ഉണ്ട്. അപ്പോൾ KL രാഹുലിന് നല്ലൊരു സപ്പോർട്ട് കൊടുക്കാൻ പന്തിനും ജഡേജയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ റെഡ്ഡിക്കും സുന്ദറിനും ഒക്കെ കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഇത് ചേസ് ചെയ്യാനാവുന്നതേ ഉള്ളൂ. ഇനി എന്ത് തന്നെ ആയാലും നാളത്തെ ആദ്യത്തെ 2 സെഷനുള്ളിൽ തന്നെ ഈ ഒരു മത്സരത്തിന്റെ വിധിയറിയാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇന്നത്തെ ദിവസത്തെ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.